ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അദ്ദേഹം ഫിലിം ഫെയർ മാഗസിൻ സിനിമയെ പറ്റിയുള്ള മാഗസിൻ ഒരു സപ്ലിമെന്റ് ഇറക്കിയിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് 24 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ ഞാൻ തീവണ്ടിയിൽ വരുമ്പോൾ എൻ്റെ എതിരെയുള്ള ഒരാൾ ഫിലിം ഫെയർ വായിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ സപ്ലിമെന്റ് ഇങ്ങനെ വെറുതെ സൈഡിലേക്ക് ഇട്ടപ്പോൾ ഞാൻ അതെടുത്ത് MTയുടെ കവറായിരുന്നു. അദ്ദേഹത്തിന് പുരസ്കരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറക്കിയതാണ്. ഇംഗ്ലീഷിലാണത്. അപ്പോൾ അതിങ്ങനെ അന്ന് ഇംഗ്ലീഷൊക്കെ വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവാത്തൊരു കാലമാണ്. അപ്പോൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു, പണ്ടൊക്കെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പുതിയ എഴുത്തുകാരെ കണ്ടുപിടിക്കാൻ വേണ്ടി മത്സരം നടത്തിയിരുന്നല്ലോ, പക്ഷെ അത് പിന്നീട് നിന്നുപോയിന്ന് തോന്നുന്നില്ല, അങ്ങയുടെ കീഴിൽ പിന്നെ ആളുന്നു. അപ്പോൾ അദ്ദേഹം ഇറ്റ് ഈസ് നോട്ട് ട്രൂ, ദർ ഇസ് മിസ്റ്റർ സുഭാഷ് സ്നെൽ ഹൂ ഹി എന്നൊക്കെ പറഞ്ഞ് എന്നെപ്പറ്റി ഞാൻ നടുങ്ങിപ്പോയി. എന്നെപ്പറ്റി ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് ഞാൻ വായിക്കുകയാണ്, അത്രയും മുമ്പാണ് അത് പറഞ്ഞതിൻ്റെ ആ ഒരു പാരഗ്രാഫ് എന്നെപ്പറ്റി പറഞ്ഞതിൻ്റെ അവസാനത്തെ വാചകം ഹി മേ ഗോ എ ലോങ് വേ എന്നായിരുന്നു. അതൊരു ശാപം പോലെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. കാരണം എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ഇത് പറഞ്ഞും പോയി. ഇനി ആളുകൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കാവോ, ഇവൻ കുറെ ദൂരം ഹി മേ ആണ്, ഹി മസ്റ്റ് ഒന്നും അല്ല, ബില്ലൊന്നും അല്ല, അവൻ കുറെ ദൂരം പോയേക്കാം എന്നാണ് പറയും. പക്ഷെ ഞാൻ പോകണമല്ലോ, പിന്നെ അങ്ങോട്ട് പോയേ പറ്റൂ. അത് സൈഡിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും വശത്തേക്കാണെങ്കിലും എങ്ങനെയെങ്കിലും പോയേ പറ്റൂ. അപ്പൊ അത് പക്ഷെ ഒരു ഭാരമായിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും ഇന്നും എന്തെങ്കിലും എഴുതാൻ കിടക്കുമ്പോൾ MT സാർ അന്ന് ആ ചെറിയ പയ്യനെ പറ്റി അദ്ദേഹം അങ്ങനെ ആരെ പറ്റി പറയില്ല. എത്ര ഗംഭീരനായിട്ട് എന്നാലും അദ്ദേഹം ഒന്നും പറയില്ല. അപ്പോൾ അത് ഹി മേ ഗോ എ ലോങ് വേ എന്നൊരു ഇംഗ്ലീഷ് അഭിമുഖത്തിൽ അദ്ദേഹത്തിന് എന്നെ പറ്റി പറയേണ്ട കാര്യമില്ല. പക്ഷെ അത് പറഞ്ഞല്ലോ എന്നുള്ളത് ഒരു ഋണബാധ്യതയായിട്ട്, ഒരു കടപ്പാട് പോലെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്.